പ്രിയപ്പെട്ടവരെ പോകല്ലേ, ഒരൊറ്റ മിനിറ്റ് ഉമ്മയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. മുസ്ലിം സമുദായത്തിലെ ആളായതുകൊണ്ട് ഞാൻ കല്യാണം കമ്മ്യൂണൽ ചെയ്ത് അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമ്പോൾ എന്റെ സഹോദരിമാരെയും ആ കമ്മ്യൂണിലേക്ക് തന്നെ ഞാൻ വിട്ടു. കാരണം അവർക്ക് ഇനിയൊരു പ്രൊട്ടക്ഷൻ വേറെ ഇല്ല. അതുകൊണ്ട് അവരെ അത് ആ രൂപത്തിൽ തന്നെ വിട്ടു. അങ്ങനെ അവർക്ക് 2 പെൺകുട്ടികളായിരുന്നു. 2 പെൺകുട്ടികളുണ്ട് ഒരു സഹോദരിക്ക്. അതിലൊരു കുട്ടിയെ 1 വയസ്സുള്ളപ്പോൾ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആ കുട്ടിയെ ഞാൻ വളർത്തി പഠിപ്പിച്ചു. BSc നഴ്സിംഗ് കഴിഞ്ഞു. ആർഭാടമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ സ്റ്റേറ്റ്സിൽ ജോലി ചെയ്യാണ്. രണ്ടാമത്തെ കുട്ടി ഡിഗ്രി കഴിഞ്ഞു. BA ഹിന്ദി ആയിരുന്നു. വിവാഹം കഴിച്ചു കൊടുത്തു. ആ കുട്ടി പിന്നെ ഇപ്പൊ ദുബൈയിലാണ്. പക്ഷെ ഇപ്പൊ 2 പേരും എന്നെ അറിയില്ല. കാരണം അവര് പറയുന്നത് ഇപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നാണ് ഒരു അവസാനത്തെ ചോദ്യം എന്നോട്. നമ്മൾ എന്ത് ചെയ്തു? ഇത് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നമ്മൾ കൊടുത്തിട്ടും തിരിച്ചൊരു ചോദ്യം വരുന്നത് ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി? എല്ലാവരും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള അങ്ങനെയാണ്. കൊടുത്തവരെല്ലാം എന്നോട് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ, ഈ ഒരു വേദന നിങ്ങൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അറിവ് പ്രധാനമാണ്, തിരിച്ചറിവ് അതിനേക്കാൾ പ്രധാനമാണ്. 6-6.5 മണിക്കൂറോളം നിങ്ങൾ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നവരാണ്. ആ ഭൗതിക വിദ്യാ കലാലയത്തിന്റെ സ്കൂളുകളുടെ ചുമരുകളിൽ 6.5 മണിക്കൂറോളം നിങ്ങൾ മക്കളെ തളച്ചിടുന്നുണ്ട്. ക്യാമ്പസുകളിലും കോളേജുകളിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ മക്കളെ പറഞ്ഞയക്കുന്നുണ്ട്. ആ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ മക്കളെ മദ്രസയിലേക്കൊന്ന് പറഞ്ഞു വിട്ടാൽ, ഉസ്താദുമാരുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ, പ്രായപൂർത്തി എത്തിയ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ മക്കളെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും അവർ പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച മക്കളാണെങ്കിൽ ഇതുപോലെ വാട്ട് ഡു യു ഡു ഫോർ അസ്, എത്രമേൽ ഉയരങ്ങൾ കരസ്ഥമാക്കിയാലും ഉമ്മയുടെയും ഉപ്പയുടെയും വില മനസ്സിലാക്കിയവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നവർ ചോദിക്കില്ല. BBAയും BA ഇംഗ്ലീഷും BA ഹിന്ദിയും MBAയും MSWയും BSWയും DPharmഉം BPharmഉം BSc നഴ്സിംഗും MSc നഴ്സിംഗും അവർക്ക് LLBയും MBBSും അവർക്ക് എത്തിപ്പിടിക്കാനും കഴിയുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, എത്രമേൽ ഹയർ എഡ്യൂക്കേഷൻ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ, എത്ര വലിയ സാലറിയുള്ള ജോബ് പ്ലേസ്മെന്റ് അവർക്ക് ലഭിക്കാൻ അവർ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കണമോ അവയെല്ലാം നിങ്ങൾ സാധിപ്പിച്ചു കൊടുത്തോളൂ. അവയെല്ലാം നിങ്ങൾ നേടിക്കൊടുത്തോളൂ. ആ പണം മുടക്കി നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ പരിശീലിപ്പിക്കുകയും ചെയ്തോളൂ. കൂട്ടത്തിൽ ഉമ്മയാരാണെന്നും ഉപ്പയാരാണെന്നും അവർ ജീവിച്ച ജീവിത രൂപം എങ്ങനെയാണെന്നും അവരുടെ ജീവിത വഴികൾ ഏത് രൂപത്തിലാണെന്നും നിങ്ങൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് കാൽച്ചുവട്ടിൽ അള്ളാഹു സ്വർഗം വെച്ചു കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മയെ ആദരിക്കാൻ ആ മക്കൾ പഠിക്കുള്ളൂ. ആ സ്വർഗത്തിന്റെ മധ്യ കവാടമായ ഉപ്പയുടെ കണ്ണ് നിറയാതിരിക്കാൻ ആ മക്കൾ ശ്രമിക്കുള്ളൂ. വയസ്സാങ്കാലത്ത് ആരോരുമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ, യുവത്വകാലത്ത് നിങ്ങൾ ആ ചോരത്തിളപ്പ് ത്രസിച്ചു നിൽക്കുന്ന കാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് ഈ ഒരവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നേടി നമ്മൾ? നമ്മുടെ എല്ലാ ആരോഗ്യവും നമ്മുടെ എല്ലാ സ്വത്തും സമ്പാദ്യവും, പ്രധാനമായ ആരോഗ്യം നമ്മൾ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അവസാനം വാട്ട് ഡു യു ഡു ഫോർ അസ്, എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നാ മക്കൾ ചോദിക്കുന്ന ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയാരാണെന്നും വാപ്പയാരാണെന്നും ബന്ധങ്ങളുടെ വില എന്താണെന്നും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ മദ്രസയിലേക്ക് വിട്ടേ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഴവ ഉസ്താദിനെ 2 വരി കവിത നിങ്ങൾ മനസ്സിലാക്കുക. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. നിങ്ങൾ മക്കളെ ദീന് പഠിപ്പിച്ചാൽ അവർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എത്ര വലിയ രാഷ്ട്രപതിയായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഉമ്മയുടെ കാൽ ചുവട്ടിലുള്ള സ്വർഗം ആഗ്രഹിച്ച് ഉമ്മയെ പൊന്നുപോലെ നോക്കുന്ന മക്കളായി നിങ്ങളെ മക്കൾ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.